നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. മാർക്കറ്റിൻ്റെ ന്യൂസിൻ്റെ ആമുഖം പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്രക്കും ശക്തമായ ഒരു ഫോൾ ഉണ്ടാക്കിയ ഒരു മാർക്കറ്റാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ചെറിയ രീതിയിൽ ഫോൾ ഉണ്ടായി, കുറച്ച് റിക്കവറി രേഖപ്പെടുത്തി. എന്നാൽ ഇന്ന് അതിക്രൂരമായിട്ടാണ് മാർക്കറ്റ് ഫോൾ ആയിട്ടുള്ളത്. നിഫ്റ്റി എല്ലാം തന്നെ, സെൻസെക്സും എല്ലാം തന്നെ അതിൻ്റെ 2 മന്ത് ലോയിലാണുള്ളത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ഏകദേശം 927 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ രേഖപ്പെടുത്തി. ഇന്ന് നിഫ്റ്റി 50-ൽ L&Tയുടെയും ഏഷ്യൻ പെയിൻറ്റിൻ്റെയും റിസൾട്ടിന് ശേഷം ഇരു കമ്പനികളും വളരെ സീവിയറായിട്ട് ഫോൾ ആയിട്ടുണ്ട്. ഇതിൽ ഏഷ്യൻ പെയിൻറ്റും L&Tയും പല ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇവരുടെ ടാർഗറ്റ് കട്ട് ചെയ്തത് ഇതിൻ്റെ ഇടിവിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇന്ന് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ഹീറോ മോട്ടോ കോർപ്പും TCSഉം കുറച്ച് ചെറുത്തുനിൽപ്പ് നടത്തി. കൂടാതെ തന്നെ ഇന്ന് SBIയുടെ റിസൾട്ട് ഉണ്ടായിരുന്നു. SBI മികച്ച റിസൾട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ SBIയുടെ ലോയിൽ നിന്ന് കുറച്ച് റിക്കവറി രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ എവിടെയും നല്ല ശക്തമായിട്ടുള്ള ഫോള്, എല്ലാ ഇൻഡെക്സും ഫോളായിട്ടുണ്ട്. നിഫ്റ്റി എല്ലാം തന്നെ തീവ്രമായ രീതിയിൽ ഫോളായി. പക്ഷേ മാർക്കറ്റ് സമയത്ത് തന്നെ SBIയുടെ റിസൾട്ട് വന്നതുകൊണ്ട്, SBIയുടെ ഒരു മികച്ച റിസൾട്ട് ആയതുകൊണ്ടും ഒരു കുറച്ചധികം അവസാന സമയത്ത് കുറച്ച് റിക്കവറി കിട്ടിയിട്ടുണ്ട്. അതല്ലായിരുന്നെങ്കിൽ വീണ്ടും ഇടിയുമായിരുന്നു നിഫ്റ്റി എന്നുള്ള രീതിയിലാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് കാണുന്നുണ്ട്. ഒരു യെല്ലോ കളറ് ഓപ്പണിംഗ് കാണുന്നുണ്ട്. 22,300 സ്ട്രൈറ്റ് അവേ 361 പോയിന്റ് ഇടിഞ്ഞ് 1.62% ഇടിഞ്ഞിട്ടുണ്ട്. 22,000 റേഞ്ചിലൊക്കെ ഈ ഒരു നിഫ്റ്റി പല സമയത്തും ഒരു റിക്കവറിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ തകിടം മറിഞ്ഞ് താഴേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 345 പോയിന്റും, സെൻസെക്സ് 1062 പോയിന്റും, ബാങ്ക് നിഫ്റ്റി 533 പോയിന്റിൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കി. നിഫ്റ്റിയിൽ ഹീറോ മോട്ടോ കോർപ്പ്, ടാറ്റ മോട്ടോഴ്സ്, M&M, ബജാജ് ഓട്ടോ തുടങ്ങിയ 4 ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നുള്ള ലീഡിംഗ് കമ്പനീസ് നല്ല ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നൽകി. ഹീറോ മോട്ടോ കോർപ്പ് 3.5% റാലി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ SBIയുടെ റിസൾട്ടിന് ശേഷം 1% റിക്കവറി രേഖപ്പെടുത്തി. ഫോൾ ആയിട്ടുള്ളത് L&T, ഏഷ്യൻ പെയിൻറ്റ്, BPCL, കോൾ ഇന്ത്യ, ONGC തുടങ്ങിയ കമ്പനീസ് 4 മുതൽ 6% വരെയുള്ള ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് നേരെ നിഫ്റ്റിയുടെ ഇന്നത്തെ അവസ്ഥ നോക്കാം. നിഫ്റ്റിയുടെ ടോപ്പ് മൂവേഴ്സും ഗെയിനേഴ്സാണ്. 1, 2, 3, 4, 5, 6 കമ്പനീസ് മാത്രമാണ് ടോപ്പിൽ ഗ്രീനിൽ അറ്റ്ലീസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ നിഫ്റ്റി 50-ലെ കമ്പനീസും റെഡിൽ ക്ലോസ് ചെയ്തു. അതിൽ ഏറ്റവും ഒരു റെഡ് കളർ കൂടുതലുള്ളത്, ഓറഞ്ച് കളറിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലുള്ളത് HDFC ബാങ്ക്, L&T അങ്ങനെയുള്ള കമ്പനീസ് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഫോൾ രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ എത്രമാത്രം കോൺട്രിബ്യൂട്ട് നൽകിയിട്ടുണ്ട്. L&T കാരണം നിഫ്റ്റിക്ക് ഇന്ന് ഏകദേശം 52 പോയിന്റ് ഇടിഞ്ഞു. HDFC ബാങ്ക് കാരണം ഇന്ന് 54 പോയിന്റ് ഇടിഞ്ഞു. റിലയൻസ് 40 പോയിന്റ് ഇടിഞ്ഞു. ITC 27 പോയിന്റ് ഇടിഞ്ഞു. അങ്ങനെ എല്ലാം കൂടി കൂട്ടി 345 പോയിന്റിൻ്റെ ഒരു ഇടിവിന് ഇത്തരം കമ്പനീസ് എല്ലാം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 61,000, കുറച്ച് 64 വരെ എത്തിയതായിരുന്നു, താഴെ പോയി. കൂടാതെ തന്നെ ഗോൾഡ് $2,312, ബ്രന്റ് ഓയിൽ $84, ഓസ്ട്രേലിയ റെഡിലടച്ചു, ചൈന ഫ്ലാറ്റാണ്, കൊറിയ ജപ്പാൻ റെഡിലടച്ചു, ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് റെഡിലാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 6% സ്പൈക്ക് ചെയ്ത് 18. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇലക്ഷനൊക്കെ മുമ്പ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഈ 2019 മെയ്യിൽ ഇന്ത്യ വിക്സ് 30-ലായിരുന്നു. ഇപ്പോൾ ഇന്ത്യ വിക്സ് 9.8-ലായിരുന്നു. നമുക്ക് മാർക്കറ്റിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇന്ത്യ വിക്സ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 10-ൽ താഴെ പോയ ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 18-ആണ്. അപ്പോൾ അത്രയും ശക്തമായിട്ടൊരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഡൗൺ സൈഡിലേക്ക് പോകും, ചില സമയത്ത് അപ്പ് സൈഡിലേക്ക് പോകും. പക്ഷേ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ 3ാം ഘട്ട വോട്ടിംഗ് നടക്കുന്ന ഈ ഒരു അവസരത്തിൽ ചില സംസ്ഥാനങ്ങളിൽ പോളിംഗ് കുറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഫോളിന് കാരണം. അതുമാത്രമല്ല, FIസിൻ്റെ ഭാഗത്തുനിന്ന് കനത്ത സെല്ലിംഗ് ആണ്. ഇന്നലെയും അവർ ഏകദേശം 6,000 കോടി രൂപയ്ക്ക് മുകളിൽ FIs ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തിയിട്ടുണ്ട്. ഇന്നും സ്ഥിതിഗതികൾ വ്യത്യസ്തമാകാനുള്ള സാധ്യതകളില്ല. പക്ഷേ ഇന്നത്തെ സെല്ലിങ്ങിൽ റീറ്റെയിലേഴ്സും കൂടിയിട്ടുണ്ട്. കാരണം ഇന്ന് നടന്നത് ഒരു പാനിക് സെല്ലിംഗ് ആണ്. ഇന്നലെ നടന്നത് ഒരു പാനിക് സെല്ലിംഗ് ആയിരുന്നില്ല. ഇന്നലെ നിഫ്റ്റി എവിടെയാണോ ഓപ്പൺ ആയിട്ടുള്ളത് അവിടെ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇന്നതല്ല സ്ഥിതി. ഇന്ന് എല്ലാ ആളുകളും എല്ലാം മറന്ന് സെല്ല് ചെയ്യുന്നൊരു സിനാരിയാണ് ഉള്ളത്. അപ്പോൾ നിഫ്റ്റി
നിഫ്റ്റിയുടെ ഇന്നത്തെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 22,000 താഴെയാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥയാണ്. 22,000 താഴെയാണ് നിഫ്റ്റി ക്ലോസ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് മേൽപ്പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. L&T കമ്പനി നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്ന് 4,396 കോടി രൂപ കരസ്ഥമാക്കി. കമ്പനി 28 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. എന്നാൽ ടാർജറ്റ് കമ്പനിയുടെ പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും കുറച്ചു. അതാണ് പ്രശ്നം. ഏഷ്യൻ പെയിൻറ്റ് നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റാണ്, 1.3% മാത്രം ഉയർന്നു. റവന്യൂ ഡൗൺ ആയിട്ടുണ്ട്, ഡിമാൻഡ് കുറവാണ്. SPE നെറ്റ് പ്രോഫിറ്റ് 24% ഉയർന്ന് 20,698 കോടി രൂപ കരസ്ഥമാക്കി. 13 രൂപ 70 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. എസ്കോട്ട് കുബൂത്ത കമ്പനി നെറ്റ് പ്രോഫിറ്റ് 185 നിന്ന് 242 കോടി രൂപയിലേക്ക് വർദ്ധിച്ചു. ട്രാക്ടർ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 160% ഉയർന്ന് 3000 കോടി രൂപ വർദ്ധിച്ചു. ഓറിയന്റ് ഇലക്ട്രിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 24 കോടി രൂപയിൽ നിന്ന് 13 കോടി രൂപയിലേക്ക് കുറഞ്ഞു. മുത്തൂറ്റ് ഇന്ന് ഫോളായെങ്കിലും ഇവരുടെ ലോൺ ഡിസ്ട്രിബ്യൂഷനെല്ലാം തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് കമ്പനി അനുമാനിക്കുന്നത്. അജ്മീർ റിയാലിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 15 നിന്ന് 29 വർദ്ധിച്ചു. HPCL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഇടിഞ്ഞു. കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് 1:2 റേഷ്യോയിൽ. IOB ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 800 കോടി രൂപ 24% ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. അലംബിക് ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 153 നിന്ന് 180 കോടി രൂപയിലേക്ക് വർദ്ധിച്ചു. ശാന്തി ഗിയർ 19 നിന്ന് 25 കോടി രൂപയിലേക്ക് വർദ്ധിച്ചു. ക്യാംസ് 89 നിന്ന് 104 കോടി രൂപയിലേക്ക് വർദ്ധിച്ചു. അൽക്കലൈൻ കമ്പനി 46 നിന്ന് 38 നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. ഡിവിഡൻഡ് കമ്പനി 10 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീനസ് പൈപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13 നിന്ന് 25 വർദ്ധിച്ചു. കമ്പനി 50 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ടൈംകൻ ഇന്ത്യ 105 നിന്ന് 140 നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. കമ്പനി 2 രൂപ 50 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. HJ ഇൻഫ്ര കമ്പനി 171 നിന്ന് 190 നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. കമ്പനി ഡിവിഡൻഡ് 1.5 രൂപ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴുള്ള സ്റ്റോക്കിംഗ് ന്യൂസ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ യൂസ് മാർക്കറ്റ് ഉൾപ്പെടെയുള്ള മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കുറച്ചെങ്കിലും സ്റ്റേബിളായിട്ട് പോകുന്നത് യൂറോപ്യൻ മാർക്കറ്റാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഴങ്കഥയായി അവർ നല്ല രീതിയിൽ മാർക്കറ്റ് സ്റ്റേബിളായ ഒരു അവസ്ഥയിലേക്ക് യൂറോപ്യൻ മാർക്കറ്റ് പോകുന്നുണ്ട്. കാരണം ഇപ്പോൾ US മാർക്കറ്റ് ഇടിഞ്ഞാൽ പോലും യൂറോപ്യൻ മാർക്കറ്റ് വലിയ കാര്യമായിട്ടൊന്നും ഇടിയുന്നില്ല. ഏഷ്യൻ സൈഡിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് അവിടുത്തെ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈകളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ മാർക്കറ്റും സ്ലൈറ്റ്ലി പോസിറ്റീവായ രീതിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഏഷ്യൻ മാർക്കറ്റ് പൊതുവേ മിക്സ്ഡായ ഒരു അവസ്ഥയിലാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഇലക്ഷൻ ഈ ഒരു പ്രശ്നം ഇതൊരു പ്രശ്നമല്ല. 5 വർഷത്തിന് ശേഷം ഇത് ആവശ്യമുള്ള അനിവാര്യമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് ഇലക്ഷൻ സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് അറിയാവുന്ന ആളുകൾക്ക് ഇതൊക്കെ വലിയ പുത്തിരിയല്ല. ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ 5 വർഷം മുമ്പ് 2019 ഇന്ത്യ വിക്സ് 30 എന്നറിയാവുന്ന ആളുകൾക്ക് ഇത് എക്സ്പെക്റ്റബിൾ ആണ്. അത് ആ സമയത്ത് മാർക്കറ്റിൽ ഇല്ലാത്ത ആളുകളുടെ അടുത്ത് നമ്മൾ എല്ലാ സമയത്തും പറയുന്നുണ്ട് ഇന്ത്യ വിക്സ് 2019 30 ഇന്ത്യ വിക്സ് നമ്മളുടെയും സ്പൈക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ പറയുന്ന സമയത്ത് ഇന്ത്യ വിക്സ് എല്ലാം തന്നെ 10 അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യ വിക്സ് ഏകദേശം ഒരു 90% ഉയർന്ന് 18 എത്തി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും വോളറ്റിലിറ്റി ഉണ്ടാകും. ഇന്ന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ SBIയുടെ റിസൾട്ട് എന്തെങ്കിലും ഒരു മോശാവസ്ഥയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത് ആയിരിക്കുമായിരുന്നില്ല ഫോള്. ഇതിനും വലിയ ശക്തമായിട്ടുള്ളൊരു ഫോള് വന്നേനെ. പക്ഷേ വളരെ ലക്കിലി മാർക്കറ്റ് സമയത്ത് തന്നെ SBIയുടെ റിസൾട്ട് വന്നത് വളരെയധികം ഗുണകരമായിട്ടുണ്ട്. ഈവൻ മാർക്കറ്റ് സമയത്തിന് ശേഷം വന്നില്ലെങ്കിൽ കൂടിയും ഇന്ന് ഇടിവ് തുടർന്നേനെ. അപ്പോൾ ഇടിവ് നിന്നു ഒന്നും ഞാൻ അർത്ഥമാക്കുന്നില്ല. പക്ഷേ നിഫ്റ്റിയുടെ 5 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങളിപ്പോൾ ഈ ന്യൂസ് കാണുന്ന സമയത്ത് തന്നെ നിഫ്റ്റിയുടെ 5 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ആ ഒരു ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അത് മാത്രമല്ല ഏറ്റവും അവസാനത്തെ 3 5 മിനിറ്റ് ക്യാൻഡിൽ അതൊരു
ഒരു കൺസോൾഡേറ്റ് ചെയ്തതിനു ശേഷം ഏറ്റവും അവസാനത്തെ ക്യാൻഡിൽ തന്നെ ഏകദേശം ഒരു 25 പോയിന്റ് ഉയർന്ന് എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഇതിനർത്ഥം നാളെ നിഫ്റ്റി റാലി ചെയ്യുമെന്നൊന്നും ഞാൻ അർത്ഥമാക്കിയില്ല. നമുക്കറിയാം നിഫ്റ്റി ട്രേഡിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് സമയത്ത് പോലും നിഫ്റ്റിയുടെ നിഫ്റ്റി സ്റ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് ഒരു എക്സ്ട്രീംലി ഓവർ സോൾഡ് ആയതിനു ശേഷം കുറച്ച് ആളുകൾ ബൈ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉള്ളത്. എനിവേ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് മേ ബി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. അവർ നിഫ്റ്റിയുടെ ചാർട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ഉറക്കം മീൻസ് പാതിരാത്രി പോലും ആളുകൾ നോക്കിയിരിക്കാറുണ്ട്. അപ്പോൾ അത്തരം തരത്തിലുള്ള ഒരു ദിവസത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോയിട്ടുള്ളത്. എനിവേ അപ്പോൾ നമുക്ക് നാളെ രാവിലെ വിശദമായിട്ട് തന്നെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം. നാളത്തെ അവസ്ഥകൾ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.